സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. നിങ്ങൾ എല്ലാവരും കൂടി ചേർത്ത് ഡയറക്ടറെ കുറിച്ച് ഒറ്റ വാക്കുകൾ പറഞ്ഞു. ഞാൻ മരിച്ച സ്വന്തമായിട്ട് പറഞ്ഞു. എന്റെ ആവശ്യമായി പോയി. പിന്നെ എനിക്ക് ക്ലോസ് ഉണ്ടോ? അല്ല, അത് വേറെ എപ്പിസോഡ് പോകാം. എല്ലാം പറഞ്ഞു ചേട്ടനാണ്, അതായത് സ്ക്രീൻ പ്ലേയുടെ ഫോർമാറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള അതാ, ഇനി വേറെ ആളുടെ പോയി ചോദിക്കണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആണോ എന്നുള്ളത്. നീലേട്ടനും നമുക്ക് അങ്ങനെ അതുപോലെ തന്നെ പറഞ്ഞു കാര്യങ്ങളെല്ലാം. എന്നെ കുറിച്ച് പറയാനാണ്. അഖിലേഷ് കുറച്ചുകൂടെ ഫീലിങ്സിന്റെ ആളാണ്. ഇവന്റെ ഒരു കഥ പറയാനേ, സെറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഫീൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, ചേട്ടാ ഞങ്ങൾ ഒരാൾ ഇന്റർവ്യൂ ചെയ്തു. അപ്പം ആരെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറയാം, വാഴൂർ ജോസ് പിയാറോ. ഞാൻ ഞെട്ടിപ്പോയി. അടുത്ത ദിവസം മാസികയിൽ കഥ അടക്കം വരൂലേ. അപ്പൊ ഞാൻ എന്നോട് ചോദിക്കുന്നത് ഫുള്ള് പറഞ്ഞോടാ, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞോണ്ടിരുന്നപ്പോ ഒരുത്തനടുത്ത് ഇരിപ്പുണ്ടായിരുന്നു, ചെയ്യായിരുന്നു. എനിക്ക് ഈ സിനിമയില് 2 ആൾക്കാർ ആയിട്ടാണ് ഹിഡി ഉണ്ടാവണത്. അപ്പൊ അതിൽ ഒരാള് അഖിലേഷും പിന്നെ ഒരാള് കാർത്തിക് വിഷ്ണു. അല്ലേ, നമ്മള് കുറച്ച് ഇമോഷൻസ് കൂടുതലാണ്. ഏറെക്കുറെ അവനെ ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സെക്കൻഡ്, ഞാനും കാർത്തിക് ഭയങ്കര കളക്ഷനാണ്. ഇതെന്താ മുഖത്ത് നോക്കാതെ? ഇങ്ങനെ നോക്കി പറയുമ്പോഴത്തേക്ക് മുഖത്തടിച്ച പോലെ ആവൂലേ. അന്ന് ഞാൻ ചേട്ടനൊരു ടാസ്ക് ആയിട്ടെ, ഇവര് 4 പേരെ കുറിച്ചും ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ ഓരോ വാക്ക് വെച്ചിട്ട് ഇവരെ കുറിച്ച് പറയാം. ഡെൻസൺ ഒരു കാര്യം അവന് പറയണമെങ്കിൽ അവനത് പറഞ്ഞിരിക്കും. അതിലിനി ഞാനോ അല്ലെങ്കിൽ അങ്ങനെ ആരുടെ പൊസിഷനോ അങ്ങനത്തെ ഒന്നും അവന് ബുദ്ധിമുട്ടേ ഇല്ല. ഇപ്പൊ ലാസ്റ്റ് ടൈം നമ്മളിപ്പോ സിനിമ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമല്ലോ. അതിൽ അവൻ എന്നെ ഫോൺ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും പറയണത്, ചേട്ടാ നമ്മൾ പറയേണ്ടത് അങ്ങനെ പറഞ്ഞേക്കണം എന്നുള്ള സാധനം. അപ്പൊ അവന്റെ ആ ഒരു ലൈനിലേക്ക് എന്നെയും കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഈ അങ്ങനെ പറയുന്ന ആൾക്കാർ എന്താ പറയാ, അതാണ് ആ ഒറ്റ വേർഡ്, അതായത് സ്ട്രൈറ്റ് ഫോർവേഡ്. അപ്പൊ ഡെൻസൺ സ്ട്രൈറ്റ് ഫോർവേഡ്. ഓക്കെ. അഖിലേഷ് കുറച്ചുകൂടെ ഫീലിങ്സിന്റെ ആളാണ്. അതെ, ഭയങ്കര ഇമോഷണലാണ്. അതായത് ഇവന്റെ ഒരു കഥ പറയാനേ. അതായത് എന്താ, ഈ നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്തപ്പോൾ ഇവര് നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ തുടക്കക്കാരാണ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഥ പറയണമല്ലോ. അപ്പോൾ കഥ പറയുന്ന സിറ്റുവേഷൻസ് വന്ന സമയത്ത് ഒരു കോൺഫിഡൻറ്റ് വരണമല്ലോ. അപ്പോൾ ഇവർ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യ സമയത്ത് ആ ചലഞ്ച് ഞാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എടുത്തിട്ടുണ്ട്. അതായത് കഥ പറയുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ സമയം അതിന് അവൈലബിൾ ആവില്ലല്ലോ. അപ്പോൾ ആ സമയത്തേക്ക് അഖിലേഷ് ഇങ്ങനെ റെഡിയാണ് കഥ പറയാൻ. പക്ഷെ ആ സമയത്തേക്ക് നമ്മുടെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞായിരുന്നു, ആർട്ടിസ്റ്റിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ദിവസം സെറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഖിലേഷ് ഭയങ്കര സന്തോഷത്തില്ല. ഞാൻ പറഞ്ഞു ഭയങ്കര ഫീലിൻ്റെ ആളാണ്. അപ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര അവൻ്റെ സന്തോഷം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഭയങ്കര ഫീൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, ചേട്ടാ ഞങ്ങൾ ഒരാൾ ഇന്റർവ്യൂ ചെയ്തു. അപ്പം നമ്മൾ ഈ ഒരു ഫീൽഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇന്റർവ്യൂ ഒക്കെ നമ്മളെ പരിഗണിക്കുന്നതിന്റെ ഭാഗം കൂടെയാണല്ലോ. അപ്പൊ ആ പരിഗണന കിട്ടിയതിന്റെ സന്തോഷത്തിൽ വന്നതാണ് ഞങ്ങൾ ഒരാൾ ഇന്റർവ്യൂ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആരെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറയാം, വാഴൂർ ജോസ് പിയാറോ ചേട്ടന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം അടുത്ത ദിവസം മാസികയിൽ കഥ അടക്കം വരൂലേ. അപ്പൊ ഞാൻ ഇവരോട് ചോദിക്കുന്നത് ഫുള്ള് പറഞ്ഞോടാ. അപ്പൊ ഇവന്റെ മനസ്സിലെന്താ, ഞാൻ ഏറ്റവും നന്നായി പറഞ്ഞു എന്നുള്ളത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. അന്ന് വൈകുന്നേരം ജോസേട്ടനെ വിളിച്ചിട്ട്, ചേട്ടാ ഒന്നും എഴുതി കളയരുത്, കാരണം ഇതൊരു കുഞ്ഞു സിനിമയാണ്, എന്തെങ്കിലും പോയിന്റ് പുറത്തു പോകുമ്പോൾ നമുക്ക് പിന്നെ അതൊരു ഇതാവും, അതുകൊണ്ട് കളയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോണ്ടിരുന്നപ്പോ ഒരുത്തനടുത്ത് ഇരിപ്പുണ്ടായിരുന്നു, ചെയ്യായിരുന്നു. അഖിലേഷ് പേടിച്ചു പോയേ. അപ്പൊ അവന് മനസ്സിലായി അത് ശരിയായിരുന്നില്ല എന്നല്ല. അപ്പൊ അവൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല ഏട്ടാ എല്ലാം പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ റെക്സിൻ്റെ അടുത്ത് പറഞ്ഞു, റെക്സ ഡെൻസിൻ്റെ അടുത്ത് ചോദിക്കുക എന്താ സംഭവിച്ചത്. അപ്പൊ ഡെൻസ് പറഞ്ഞു അവൻ വൃത്തിക്ക് പറഞ്ഞായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മുടെ റിയ ഷിബു എന്ന് പറയുന്ന കുട്ടിയാണ് ഒരു ഫീമെയിൽ ലീഡിൽ വരുന്നത്. അപ്പം ഫസ്റ്റ് സിനിമയാണ്. അപ്പം റിയയുടെ അടുത്ത് കഥ പറയുന്നത് അഖിലേഷായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഭയങ്കര രസമായിട്ട് പറഞ്ഞു. അത് എന്തായാലും ഇന്റർവ്യൂല് അതൊരു വല്ലാത്ത സംഭവം പോയി. ഇവിടെ അങ്ങനെ എന്തെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? എനിക്ക് പറയാനാണെങ്കിൽ ഇങ്ങനെ നീളും, ഞാനിങ്ങനെ ചുരുക്കി വേണമെങ്കിൽ പറയാം. കോണേക്കരയാണ് വീട് കൊച്ചിയില്. അപ്പൊ അവിടുത്തെ ഫാൻസ്
ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ഇന്റർവ്യൂവും സിനിമയൊക്കെ. ഓക്കെ. അല്ല ഞാൻ നിഖിൽ ഇപ്പം ഈ കാണുന്നില്ലേ ആ ഒരു ഞങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്കാ. എനിക്ക് തോന്നുന്നു നമുക്ക് പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ഒത്തിരി സമയം കിട്ടിയിരുന്നില്ല. അതായത് നമ്മുടെ പ്ലാൻ എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക് ഷൂട്ടും പെട്ടെന്ന്. അപ്പം ഞങ്ങൾ കൂടുതലും സംസാരിച്ചിട്ടുള്ളത് റൂംസിലല്ല, ഞങ്ങൾ കാറിൽ പോകുമ്പോഴൊക്കെയാണ് കൂടുതലും സംസാരിച്ചിട്ടുള്ളത്. അപ്പം അത് പോരാ ശരിക്കും ഒരു ബിഗിനർ ഡെബ്യൂട്ട് മൂവി എന്ന നിലയ്ക്ക്. സാധാരണ ഒരു സിനിമയ്ക്ക് തന്നെ 3 മാസമൊക്കെ പ്രീ പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പം ഡെബ്യൂട്ട് ആണെങ്കിൽ ഒരു 5 മാസമൊക്കെ പോകും. പക്ഷെ നമുക്ക് കുറഞ്ഞൊരു ടൈമായിരുന്നു. പക്ഷെ അതിനുവേണ്ടി നമ്മൾ റെഡി ആയി പറ്റുള്ളൂ. അപ്പോൾ റെഡി ആകുമ്പോഴും എൻ്റെ കോൺഫിഡൻറ്റ് നിഖിൽ എൻ്റെ ഒരു ഒരു ക്യാമറമാൻ എന്ന നിലയ്ക്ക് അത് എനിക്ക് ഭയങ്കര സിങ്ക് ആകും എന്നുള്ളൊരു ഭയങ്കര കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചത്. സെറ്റിൽ എനിക്ക് തോന്നുന്നു അസിസ്റ്റൻസ് പറയും നിങ്ങൾ എപ്പോഴാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. അതെ അതായത് അവരുദ്ദേശിച്ചതാ നിഖിലേട്ടൻ തോന്നുന്ന പോലെ ചെയ്യുന്നതും അങ്ങനെയാണോന്ന്. അതായത് ഞാൻ പറയാതെ പക്ഷെ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അതായത് അത് ഞാൻ പറഞ്ഞ അതെ ഞങ്ങൾ കണ്ണുകൊണ്ടോ കൈകൊണ്ടോ കാണിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന വിധത്തിലായിരുന്നു. അത് മൊത്തം ടീമിൻ്റെ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാം ഒരു 8 വർഷമോ അല്ലെങ്കിൽ 5 വർഷമോ പരിചയം ഉണ്ടായിരുന്നു എല്ലാവരും. ആരും പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും അവസാനത്തെ പരിചയപ്പെട്ടവരാണ് ഇവരെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അപ്പം നിഖിലിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സിങ്ക് എന്നുള്ള വേർഡാ അതാണ് വരുന്നത്. അപ്പം അത്രയും അത് എനിക്ക് നിഖിലൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഡയറക്ടേഴ്സും അത് അനുഭവിക്കുന്നുണ്ടാവും. ഒരു വീടിന്റെ ടോൺ മാറിയപ്പോഴത്തേക്ക് ഭയങ്കര ആളെ മാറിപ്പോയി. നിഖിൽ ചേട്ടനും അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യല കേട്ടോ. ചേട്ടൻ ഭയങ്കര സൈലന്റ് കാം ആൻഡ് ക്വൈറ്റ്. പക്ഷെ വരുന്ന കമന്റ്സ് ഒന്നും അങ്ങനെ അല്ലല്ലോ. എല്ലാരും സിങ്ക് ആയിരുന്നു. റെക്സനെ ഞാൻ റെക്സൻ സൂചിപ്പിച്ചല്ലോ, ഞാൻ ഒരു ഫിലിം സ്കൂളിന്റെ ഭാഗമായിരുന്നു, നിയോ ഫിലിം സ്കൂളായിരുന്നു. അപ്പോൾ എനിക്ക് പുതിയൊരാളെ വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഞാൻ അസിസ്റ്റ് ചെയ്ത സമയത്തുള്ള എഡിറ്റേഴ്സ് ഒക്കെ ഉണ്ട്, എനിക്ക് ഏറ്റവും കംഫർട്ടായ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് അവിടെ ഞാൻ ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഓടാനും കൂടെ മീൻസ് ഒരു എഡിറ്റർ എന്ന് പറഞ്ഞാൽ എഡിറ്റർ ജോലി മാത്രം ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് അതൊരു സുഹൃത്തായ ഒരാൾ വരികയാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടാണ്. അപ്പം ആ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ റെക്സനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു എൻ്റെ കൂടെ അങ്ങ് നിൽക്കണം. അന്ന് മുതൽ റെക്സൻ്റെ കാറുണ്ട്, ആ കാറും ഞാനും റെക്സനും അന്ന് മുതൽ ഓടുന്നതാണ്. ഇപ്പോൾ ഇവിടെ വരെയും അങ്ങനെ തന്നെ ആ കാറും കൂടെ ഉണ്ട്. അപ്പം അതായിരുന്നു. അപ്പൊ കംഫർട്ട് എന്ന് പറയുന്ന ഒരു വേർഡായിരിക്കും എനിക്ക് റെക്സനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ചില കാര്യങ്ങളിൽ നമ്മൾ എഡിറ്റേഴ്സും ഡയറക്ടറൊക്കെ തമ്മിൽ ഒരു കോമ്പി വരുമല്ലോ, അതൊന്നും അത്രയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അവൻ ആ ഒരു ഡെഡിക്കേഷൻ കാണിച്ചിരുന്നു. അതായത് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, എഡിറ്റർക്ക് അപ്പുറത്ത് ആഗ്രഹിച്ചൊരു കാര്യം ഉണ്ടല്ലോ, കൂടെ നിൽക്കണം കൂടെ ഓടണം എന്നുള്ള, അത് തുടക്കം മുതൽ ഈ ഒരു സമയം വരെ ഇപ്പൊ പോലും ഈ ഒരു നമ്മുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഞാൻ ചില സമയങ്ങളിൽ അവനെ വിളിച്ചിട്ട് നീ അതൊന്ന് കൈകാര്യം ചെയ്യുന്ന ഒരു എഡിറ്റർ അത് ചെയ്യണ്ട. അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി ഡയറക്ടറെ കുറിച്ച് ഒറ്റ വാക്കങ്ങൾ ഒരു വാക്ക് നല്ല വാക്കുകളാണോ? ഒന്ന് പറഞ്ഞേടാ. എനിക്ക് സഞ്ജുവേട്ടനെ എന്താ പറയാ പരിചയപ്പെട്ട് കഴിഞ്ഞ് ഞാൻ നിങ്ങൾ തമ്മിലുള്ള സിങ്കിനെ കുറിച്ച് പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചാണ് എങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞാൽ കുറ്റമല്ലേ ജീവനോടുള്ള പറയാനുള്ളത്. അല്ല പുള്ളി ഈ എല്ലാ സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യണത് ഞാനും നോക്കി കണ്ട് പഠിച്ചൊരു സാധനമാണ്. പുള്ളി അങ്ങനെ ടെൻസ്ഡ് ആയിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ ടെൻഷൻ വന്നാലും പുള്ളി ടെൻഷൻ ഇല്ല എന്ന് പറയും. കരയനുണ്ടാവും, അതറിയില്ല. പക്ഷെ പുള്ളി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണത് ഞാൻ ഭയങ്കരമായിട്ട് നോക്കി കണ്ട്. കൂൾ ഡയറക്ടർ. അതെന്താ അങ്ങനെ? അത് വേറെ എപ്പിസോഡ് പോകാം. ഇത് കഴിഞ്ഞിട്ടൊരു അരമണിക്കൂർ ഇന്റർവ്യൂ. എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് സ്ക്രിപ്റ്റ് അക്സെപ്റ്റ് ചെയ്ത ആളാണ്. ഞങ്ങളിൽ അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് എഴുതിച്ച് ഒരു വഴി സ്റ്റെപ്പ് തന്നു. ആ ഒരു റെസ്പെക്റ്റ് കാര്യങ്ങൾ പറഞ്ഞൊന്നും കാര്യം നമുക്കൊന്നും അറിയാം, നമ്മളിവിടെ പഠിച്ചിട്ടൊന്നുമില്ല. നമുക്ക് കാര്യങ്ങളെല്ലാം ഷോർട്ട് ഡിവിഷൻ ഇവരോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇനി വേറെ ആളുടെ പോയി ചോദിക്കണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആണോ എന്നൊക്കെ പറയുന്നത്. അല്ല നമുക്ക് ഡിവിഷനും കാര്യങ്ങളെല്ലാം ഇപ്പൊ നിഖിലേട്ടനും നമുക്ക് അങ്ങനെ അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നെ കുറിച്ച് പറയാനാണ്. അല്ല നിഖിലേട്ടനും പറഞ്ഞിട്ടുണ്ട്, നിഖിലേട്ടനും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് സംഭവം എന്താ പറയുക, ഞങ്ങള് എനിക്ക് ഈ സിനിമയില് 2 ആൾക്കാർ ആയിട്ടാണ് മനസ്സിലായി
കൂടുതൽ കണക്ഷൻ അല്ല, എല്ലാവരോടും ഒരുപോലെ കണക്ഷൻ. ഈ ഞാൻ കോമ്പി എന്ന് പറഞ്ഞല്ലേ, ഇടി ഉണ്ടാവണം. അപ്പൊ അതിൽ ഒരാള് അഖിലേഷും പിന്നെ ഒരാള് കാർത്തിക് വിഷ്ണു, അതായത് നമ്മുടെ സിനിമയിലെ ഒരു പ്രധാന ക്യാരക്ടർ ചെയ്ത, അതായത് ബേസിലിന്റെ അനിയനായിട്ട് ചെയ്ത ക്യാരക്ടർ. നമ്മുടെ ഗപ്പിയിലൊക്കെ അതുപോലെ എടക്കാട് ബറ്റാലിയൻ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ചെയ്തിട്ടുള്ള. അപ്പം കാർത്തിക്കിന് അവനുമായിട്ടും ഇതേപോലെ അത് ഇപ്പം അല്ലേ, നമ്മൾ കുറച്ച് ഇമോഷൻസ് കൂടുതലാണ്. ഏറെക്കുറെ അവനെ ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സെക്കൻഡ്, ഞാനും കാർത്തിക്കും ഡയറക്ടറിനെ പുറത്താക്കിയത്. ഇല്ല, അതങ്ങനല്ല. അത് എന്റെ പുള്ളി എന്തും പുള്ളി വേറെ ആരോട് എന്തെങ്കിലും പറയേണ്ടതിലും ഞാൻ അടുത്തുണ്ടെങ്കിൽ എന്നെ പറയുള്ളൂ. അതാണ് മനസ്സിലായി. അതൊരു നല്ലൊരു കണക്ഷനാണ്. ആ ഒരു കണക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഭയങ്കര കണക്ഷനാണ്. മനസ്സിലാതെ ഇതെന്താ മുഖത്ത് നോക്കാതെ? മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല ചേട്ടാ. ഇങ്ങനെ നോക്കി പറയുമ്പോഴത്തേക്ക് മുഖത്തടിച്ച പോലെ ആവൂലേ? ആംഗിളും ലെൻസൊക്കെ പഠിച്ചു. അപ്പൊ അതാ ഇപ്പൊ പറഞ്ഞത്. സഞ്ജുവിനെ സംബന്ധിച്ച് ഒറ്റ വാക്കിൽ ഒതുക്കാൻ പറ്റില്ല. കാരണം വർക്കിലുപരി ആണെങ്കിൽ നല്ലൊരു സുഹൃത്താണ്. എല്ലാ കാര്യവും ഞാൻ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന, പറഞ്ഞ ഡൻസൺ പറഞ്ഞ പോലെ കാര്യങ്ങളെ ടാക്കിൾ ചെയ്യുന്ന, ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ എന്താ പറയാ വളരെ നൈസായിട്ട് നിഖിൽ ബ്രോ പറയും മാത്രം എന്താ, നമ്മൾ ഭയങ്കര നാഷണൽ അവാർഡ് കിട്ടിയതുകൊണ്ടായിരിക്കും അവാർഡ് കിട്ടുന്നവർ അങ്ങനെ സംസാരിക്കും. നമ്മൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും സൈലന്റ് ആവുന്നു, ശ്രദ്ധിക്കും. സഞ്ജു നല്ലൊരു സുഹൃത്താണ്. ഇനി വർക്കിലേക്ക് വരുവാണെങ്കിൽ എന്താ പറയാ, പാഷനേറ്റ് ആയിട്ടുള്ള, ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സഞ്ജു. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ തന്നെ ഷോട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വ്യൂ ഫ്രണ്ടിൽ കുറേ നേരം നോക്കും. കാരണം അവിടുന്ന് കട്ട് വിളിച്ചാലേ എനിക്ക് ക്യാമറ കട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരിക്കും. ഞാൻ സഞ്ജുവിനെ നോക്കുമ്പോൾ തന്നെ ഓക്കെ അല്ല എന്ന് എനിക്ക് തോന്നും. അപ്പം നമ്മൾ തന്നെ റീടേക്ക് പറയും. അങ്ങനെ എന്താ പറയുക, വർക്കിൽ കൃത്യനിഷ്ഠയുള്ള അല്ലെങ്കിൽ തനിക്ക് എന്ത് വേണം എന്ന് കൃത്യമായിട്ടുള്ളൊരു ധാരണയുള്ളൊരു സംവിധായകൻ സഞ്ജു. ഞങ്ങൾ ഫൈനലി ഞങ്ങൾ ഇടയ്ക്ക് ഈ സിനിമ നമ്മുടെ ആദ്യത്തെ ആണല്ലോ, ഞാൻ പ്രീ പ്രൊഡക്ഷൻ കുറവ് ടൈം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നല്ലോ. അപ്പോൾ ശരിക്കും എപ്പോഴും ഇങ്ങനെ പറയുമല്ലോ, ഒരു സംവിധായകൻ്റെ രണ്ടാമത്തെ സിനിമയാണ് അയാളുടെ ശരിക്കുള്ള സിനിമ എന്നൊക്കെ പറയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, നമുക്കൊരു സിനിമ ചെയ്യണം. നമുക്കൊരു സിനിമ ഇപ്പൊ ആരോ കേട്ടപ്പോൾ അപ്പൊ ഇത് സിനിമയല്ലേ ആണ്. പക്ഷെ ഇപ്പം ഒരുപടി കൂടുതലുള്ള എന്താ, ക്യാമറമാനും ഡയറക്ടറും കൂടെ ആയിട്ട് വർക്ക് ചെയ്തു. മറ്റേത് ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി വന്നത്. അല്ല, എനിക്കും ഇവര് പറഞ്ഞിട്ട് ഒരു സൈഡിൽ കൂടെ ഉണ്ട്. കൂടാതെ എനിക്ക് പറയാനുള്ള ഇപ്പൊ സഞ്ജുവിന്റെ കാര്യത്തിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാവരും കൂടെ നിർത്താൻ മാക്സിമം ശ്രമിക്കുന്ന ഫൈനലിസ്റ്റ്. നമുക്ക് പിന്നെ ഫ്രണ്ട്സിനെ എടുത്ത് നോക്കിയാൽ തന്നെ കുറെ കണ്ണന്മാർ കോണ്ടാക്ട് സഞ്ജു ഒരാളെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഞാൻ കണ്ണനിലെ ചോദിക്കാം. അതായിരിക്കും കറക്റ്റ് പേര്. നമ്മൾ വിളിക്കുമ്പോ കണ്ണം വിളിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ ഞാൻ ട്രെയിലറിൽ കണ്ടിരുന്നത്. ഞാൻ പറയുന്നത് ഇപ്പൊ സഞ്ജുവിനെ ഇപ്പൊ ഞാൻ റൂംമേറ്റ് ആയ സമയത്തോ അതിന് പരിചയപ്പെടുന്ന സമയത്തോ അവൻ്റെ ഫ്രണ്ട് ആയ ഒരാൾ ഇപ്പോഴും അവൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അത് അതുപോലെ തന്നെയുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് എല്ലാവർക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഇപ്പോഴത്തെ സമയത്ത് ഭയങ്കര പാടാണ്. എനിക്കൊന്നും ഒട്ടും പറ്റാത്തതാണ്. സ്വാഭാവികമായിട്ടും അത് നല്ലൊരു ഒരു എന്താ പറയുക വലിയ ക്വാളിറ്റി ഇല്ല സീരിയസ്. അതിന്റെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അത് എല്ലാ പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കൂടെ നിർത്തുക എന്നുള്ളത് ഭയങ്കര കാര്യം. നമ്മുടെ സിനിമയിൽ തന്നെയാണെങ്കിൽ എന്റെ ആവശ്യമായി പിന്നെ ഇത് പറഞ്ഞാലും ഇപ്പൊ നമ്മുടെ സിനിമയിൽ തന്നെയാണ് കുറെ ആൾക്കാരെ നമുക്ക് അവൻ കൂടെ നിർത്തി ഭയങ്കര. കാരണം നമ്മളിപ്പോ എല്ലാ ഡയറക്ടേഴ്സും പടം ചെയ്യാൻ വരുമ്പോ അതുവരെ അവസാനം തരാന്ന് പറഞ്ഞപ്പോൾ ചില ആൾക്കാർ കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയും. ചെറിയ റോളിൽ അവനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എല്ലാവരും അതിനകത്ത് ഉൾക്കൊള്ളിച്ചു എന്നുള്ളത് ഭയങ്കര വലിയ കാര്യം. അത് എൻ്റെ ഒരു ഇമോഷണലാണ്. അതായത് ഇപ്പം മാത്യു കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല് പറഞ്ഞത് കേട്ടു. അതായത് നമ്മുടെ പോസ്റ്റേഴ്സ് വരുമ്പോൾ എല്ലാവരുടെയും പേരുണ്ട് ടെക്നിക്കൽ സൈഡിൽ മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുന്ന. അത് എൻ്റെ ഒരു അല്ല, അത് സിനിമ കഴിഞ്ഞപ്പോഴാണെങ്കിൽ തന്നെ അതിന് സിനിമയിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യൻസും, പ്രൊഡക്ഷൻ ബോയ് ഉൾപ്പെടെ, യൂണിറ്റ് ടെക്നീഷ്യൻസ് അടക്കം, മറ്റ് ചീഫ് ടെക്നീഷ്യൻസിനെ അടക്കം എനിക്ക് തോന്നുന്നു മുഖം വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ വരുന്നത് കപ്പിലാണ്. അങ്ങനെ പോസ്റ്ററിൽ തന്നെ നോക്കി അറിയാം. ഒരു പോസ്റ്റർ സാധാരണ കാണുന്നേക്കാളും കൂടുതൽ ക്രെഡിറ്റ്സ് പോസ്റ്ററിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് വലിയ കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ വർക്കിന്റെ കാര്യത്തിലാണെങ്കിൽ സഞ്ജു ഭയങ്കരമായിട്ട്
ഭയങ്കര ഒരു കുഞ്ഞു കാര്യമാണ്, ഭയങ്കര മൈന്യൂട്ട് കാര്യമാണെങ്കിൽ പോലും ഭയങ്കര ശ്രദ്ധിക്കും. പിന്നെ അലൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഒരു സാധനം ഇങ്ങനെ മേളിൽ താഴെ പോയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലോസ് ഉണ്ടോ? അതെ 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 എനിക്ക് ക്ലോസ് ഉണ്ടോ? ആ ഓക്കെ. ശ്രദ്ധിച്ചാണ് ഇതാണ് എനിക്കായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യത്തില് അങ്ങനെ പോസ്റ്റിലായി ഇപ്പം നമ്മൾ പ്രൊഡക്ഷൻ കഴിഞ്ഞ് പോസ്റ്റ് കയറുമ്പോൾ നമ്മൾ കൂടുതലും പടത്തെക്കുറിച്ച് സൗണ്ട് വരുമ്പോൾ മ്യൂസിക് വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഭയങ്കര കാര്യമായിട്ട് പോയിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞ സാധാരണ രീതിയിൽ മ്യൂസിക് വരിക അല്ലെങ്കിൽ എഫക്ട്സ് വരിക മിക്സിലായിരിക്കും സാധാരണ ഡയറക്ടർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. പക്ഷെ എനിക്ക് സഞ്ജു എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പം എഫക്ട്സ് ചെയ്യുമ്പോൾ അവിടെ ആ സ്റ്റുഡിയോ തന്നെ പോയിരുന്ന് ഓരോ മൈനോട്ട് ഇപ്പോൾ അവിടെ സൗണ്ട് വേണം അല്ലെങ്കിൽ ഇന്ന സാധനം അവിടെ ഇട്ടാലാണ് കുറച്ചും കൂടെ വർക്ക് ആകുക എന്നുള്ളത് ചിന്തിച്ച് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റും എഫക്ട്സ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ജിഷു എന്നാണ് പുതിയ ആളാണ് നമ്മുടെ ഇവിടുത്തെ മ്യൂസിക് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ജിഷുവിനെ ഒത്തിരി അവൻ്റെ കാര്യങ്ങളെടുത്ത് ഡബിൾ ഇതിനടുത്ത് ഇന്ന സാധനം വേണം, എന്താ എനിക്കത് കുറച്ചും കൂടെ വേണം എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ മിക്സിൽ എനിക്ക് അങ്ങനെ വളരെ സമയത്ത് എനിക്ക് അങ്ങനെ ഡബിൾ ചെയ്യുന്ന സമയത്തെക്കാളും കൂടുതൽ മിക്സിലാണ് സമയം. മിക്സിലാണത് എല്ലാം ഒന്നിച്ച് വരും. അത്രയ്ക്ക് എല്ലാ കാര്യവും നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എല്ലാ സൗണ്ടുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ചെറിയ സൗണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിഞ്ഞാൽ സഞ്ജു പറയും ആ സൗണ്ട് കുറച്ച് അങ്ങോട്ട് അതായത് ഒരു പോക്കിന്റെ സൗണ്ട് പോലെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രത്തോളം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ക്യൂബിൽ പടം കണ്ടു ഇന്നലെ. അവിടെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇപ്പം നമ്മൾ മിക്സിൽ കാണുന്നത് ഔട്ടിനേക്കാൾ തിയേറ്റർ ഔട്ടായിരിക്കും ക്യൂബിൽ കാണാം. കുറച്ചും കൂടെ പെർഫെക്ഷൻ ഭയങ്കരമായിട്ട് സഞ്ജു പണിയെടുത്തത് എത്രത്തോളം എന്നുള്ള ആ സെലിറ്റർ നിലയിൽ ഇവിടെയൊക്കെ മ്യൂസിക് വെച്ചിട്ടുണ്ട് സൗണ്ട് വെച്ചിട്ടുണ്ട് അറിയാനുണ്ട്. അവിടെ വെച്ചിട്ട് ഒരു ദാശമില്ലാത്ത നമ്മള് കൊറേ ഷോട്ടൊക്കെ എടുത്തു കൊടുക്കും. സിനിമാറ്റോഗ്രാഫറുടെ സെൻസർ കഴിഞ്ഞിട്ടും കട്ട് ചെയ്യാനിരുന്നതാ. ഞാൻ സമ്മതിച്ചില്ല അങ്ങനെ. അപ്പോൾ ഇത് പറഞ്ഞു വന്നതിൻ്റെ മൊത്തം ഒരു ഇതിൽ ഒരു ഞങ്ങളെ കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടല്ലോ ഒരു വൈബ് അല്ലെങ്കിൽ ഒരു എല്ലാവരും ഭയങ്കര സിങ്ക് ആണ്. അപ്പം അതിലൂടെ തന്നെ ഉണ്ടായ വർക്ക്. എനിക്കിത് പറയാതെ പോകാൻ പറ്റാത്തൊരു കാര്യം, ഇവരെല്ലാം ഈ കൂടെ നിന്ന പോലെ തന്നെ ഈ സിനിമ ഇത്തിരി ഒന്ന് ലേറ്റാണ് റിലീസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു, ഇപ്പം ഇറങ്ങാൻ പോകുന്നു. അപ്പം ആ ഒരു സമയമാകുമ്പോൾ ഇത് കൃത്യമായിട്ട് ഈ പലപ്പോഴും സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോവുകയാണല്ലോ ചെയ്യാറ്. പക്ഷെ എല്ലാവരും ആത്മാർത്ഥതയോടെ അതിനുശേഷവും നിന്നു എന്നുള്ളത്. അതിൽ ആത്മാർത്ഥത പ്ലസ് എന്ന് പറയാൻ കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ എനിക്ക് എടുത്തു പറയും, ഇപ്പം ഓരോ ആഴ്ചയും എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ. സാധാരണ കോസ്റ്റ്യൂം ഡിസൈനർ ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ അപ്പാടെ പോകും. പക്ഷെ ഇത് ഒരാഴ്ച വിളിക്കുന്നു, എന്നിട്ട് എന്തായി എന്ന് ചോദിക്കും. അപ്പം ഞാൻ ചില സമയത്ത് കോൾ എടുക്കത്തില്ല, പുള്ളിക്ക് അറിയാം അപ്ഡേഷൻ ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് അത് അങ്ങനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു, ഇതെങ്ങനെ ഈ മനുഷ്യന് അത് സാധിക്കുന്നു എന്നുള്ളത്. അങ്ങനെയാണ് ഒരു മാസം 3 സിനിമ ഇല്ലെങ്കിൽ അതിന് സമാധാനം കിട്ടും. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസവും വിളിച്ചോണ്ടിരിക്കും. ആ കോൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, എനിക്ക് തിരിച്ച് വിളിക്കണം. അപ്പോൾ അത് ഞാൻ നിസാറിക്കാനെ പറഞ്ഞ പോലെ തന്നെ നിസാറ് ഇന്നലെ എന്നെ വിളിച്ചു. നമ്മളെ വിളിക്കാറുണ്ട്. അപ്പൊ അതേപോലെ ആർട്ട് ഡയറക്ടർ ജോസഫ് നെല്ലിക്കൽ ചേട്ടനും എന്നെ ഇടയ്ക്ക് ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പം എല്ലാവർക്കും ഇപ്പം അവരുടെ ഒരു ഏജിന് ഞാൻ പയ്യനായതുകൊണ്ട് ആ പയ്യന്റെ പടം ഇറങ്ങട്ടെ, ആ ഒരു സംഭവം ഇറങ്ങട്ടെ വിജയിക്കട്ടെ, അങ്ങനെ ഒരു സംഭവം. അതെനിക്ക് യൂണിറ്റിലെ ചേട്ടന്മാർ ഇവരൊക്കെ ആയിട്ട് ഞാൻ വിളിക്കാറുണ്ട് ശേഷവും അതിനൊക്കെ. എനിക്ക് തോന്നുന്നു നിഖിൽ ബ്രോ അതിനുശേഷം ചെയ്ത പടങ്ങളിലൊക്കെ അവർ ആയിരുന്നു യൂണിറ്റിലൊക്കെ. അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പം ആ ഒരു വൈബ് ഇപ്പോഴും നിലനിൽക്കുന്നു. അതിന് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ സിനിമയുടെ വിജയമാണല്ലോ ഫൈനലി വരേണ്ടത്, അതും സംഭവിക്കട്ടെ. ഉറപ്പായിട്ടും ഫസ്റ്റ് ചെയ്തൊരു മൂവിക്ക് ഇത്രയും വലിയൊരു ഒരു ഇത് കിട്ടുക, ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് നടക്കുന്ന ഒരു സംഭവമാണല്ലോ. ഹൗ ഡു യു സീ ഇറ്റ്? അത് ശരിക്കും പറഞ്ഞല്ലേ, ഞാൻ 2017 ആ സിനിമ ചെയ്യുന്നത്. ജയരാജ് സാറിന്റെ സിനിമയാണ് ഭയാനകം. അത് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ഹോംവർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതായത് പീരീഡ് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷവും 2-ാം ലോകമഹായുദ്ധത്തിന് മുമ്പുള്ള ഒരു കുട്ടനാണ്. അത് തകഴിച്ചേട്ടൻ്റെ പ്രശസ്തമായിട്ടുള്ള കയറിലെ 2 ചാപ്റ്ററാണ് ആ ഭയാനകത്തിൻ്റെ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്തരം ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ അതിലേറെ എന്താ പറയുക റെഫറൻസുകൾ എടുക്കുകയും അല്ലെങ്കിൽ അന്നത്തെ കുട്ടനാട് എങ്ങനെയാണെന്നുള്ളൊരു പഠനം നടത്തുകയും ഈവൻ കോസ്റ്റ്യൂംസിലാണെങ്കിലും മേക്കപ്പിലാണെങ്കിലും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഈവൻ നമ്മുടെ ലൈറ്റിങ്ങിലാണെങ്കിൽ തന്നെ നമുക്കധികം കുറേയധികം റെഫറൻസുകൾ എടുക്കേണ്ട ഒരു സമയമാണ്. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവാർഡിന് പരിഗണിക്കപ്പെട്ട് എന്ന് എനിക്ക് തോന്നുന്നു. ചില പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അതിലൊരു ഫീലിംഗ് തോന്നുമല്ലോ, ലൈക്ക് നമ്മൾ വി ഹാവ് ഡൺ സംതിങ് എക്സ്ട്രാർഡിനറി ഇൻ ദിസ് എന്നുള്ളൊരു ഫീലിംഗ്, ആ ഒരു ഫീലിംഗ് വരുമല്ലോ. അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഭയാനകം ഷൂട്ട് ചെയ്തിരുമ്പോൾ അങ്ങനെ തോന്നിയിരുന്നില്ല. പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി. കാരണം എന്താ വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് സെറ്റിൽ വരും ഞങ്ങൾ. ഈവൻ സംവിധായകൻ ഉൾപ്പെടെ ജയരാജ് സാർ ഉൾപ്പെടെ രാവിലെ 4 മണിക്ക് ലൊക്കേഷനിലെത്തും.
എല്ലാ പ്രഭാതവും, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഞങ്ങൾ ക്യാമറ വയ്ക്കുമായിരുന്നു. എല്ലാ പ്രഭാതവും കുട്ടനാടിൻ്റെ എന്താ പറയുക ഓരോ പെയിൻറ്റിങ് പോലെയുണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരു സിനിമ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ അസറ്റാണ് ശരിക്കും പറയുന്നത് നമ്മുടെ വിഷ്വൽസ്. ആ ഒരു അസറ്റ് കീപ്പ് ചെയ്യാൻ പറ്റി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പക്ഷേ അവാർഡിന് പരിഗണിക്കപ്പെടും എന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡിന് മുന്നേ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും അതിൽ ഗ്രേഡിങ്ങിൽ മികച്ച സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരുന്നു. പക്ഷേ സിനിമാറ്റോഗ്രാഫിയിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് വൈകിട്ട് ജയരാജ് സാറിനെ വിളിച്ചു, എടാ നമുക്ക് കുഴപ്പമില്ല നമുക്ക് നാഷണലിൽ പിടിക്കാം എന്നെ വിളിച്ചു. പക്ഷെ എന്നാലും ഞാനൊരു പ്രതീക്ഷ വെച്ചിരുന്നില്ല ആ സിനിമ. അവസാനം ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ചിട്ട് നീ എന്തെങ്കിലും പുറത്തു പോകരുത്, നാഷണൽ അവാർഡ് നിനക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് അവാർഡ് ലഭിച്ച അറിയുന്നത് സാർ. അതെ അല്ലേ. കപ്പ് മൂവിയിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സിനിമാറ്റോഗ്രഫി എങ്ങനെയാണ് ചേട്ടൻ അസസ് ചെയ്യുന്നത്? അങ്ങനെ നമുക്ക് ഓരോ സിനിമയും ഓരോ അനുഭവങ്ങളാണ്. കുട്ടനാട് പോലുള്ളൊരു ടെറൈൻ അല്ല കപ്പ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഹൈ റേഞ്ച് അല്ലെങ്കിൽ കട്ടപ്പന പോലുള്ള അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്തിൽ നടക്കുന്ന ഒരു സബ്ജക്റ്റാണ് കപ്പ്. ശരിക്കും പറഞ്ഞാൽ ഓരോ സിനിമയും ഓരോ വിഷ്വൽ എക്സ്പെരിമെന്റ്സ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പ്രകൃതി അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത എലമെന്റ്സ് ഉണ്ട് അതിനകത്ത്, പുതിയതായിട്ട് ധാരാളം എക്സ്പീരിയൻസ് നടത്തിയിട്ടുണ്ട്. നമ്മൾ എന്നാ പറയുന്നത്, പ്രകൃതി നമ്മൾ അനുഗ്രഹിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിനിമയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കേണ്ട ഒരു ഘടകമാണ് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓരോ ലൊക്കേഷൻസ് കാണുമ്പോൾ ഓരോ മുൻകരുതലുകളൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം. കാരണം കാറ്റൊരു പ്രധാന ഘടകമാണ്. ബാഡ്മിൻ്റൺ കളിക്കണമെങ്കിൽ കാറ്റില്ലാത്തൊരു ഏരിയ വേണം നമുക്ക് കളിക്കാൻ. അപ്പോൾ അത്തരം ലൊക്കേഷൻസ് ചൂസ് ചെയ്യുമ്പോഴും കുറേയധികം ബേർഡൻസ് ഉണ്ടായിരുന്നു. ഫൈനലി ഒരു ക്വസ്റ്റ്യൻ കൂടി, ഇതിന്റെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയണം എന്തായാലും. ബേസിൽ ആൻഡ് മാത്യു അവരുടെ ഒരു കോമ്പിനേഷൻ ലീഡില്, അത് നമ്മുടെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വന്ന ഫീസസ് ആയിരുന്നു മാത്യുവിന്റെ ക്യാരക്ടറും ബേസിലേട്ടന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബേസിലേട്ടൻ ഇല്ലെങ്കിൽ ആരെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും നമുക്ക് നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്തതായിരുന്നു. ബേസിലേട്ടൻ്റെ അടുത്തോട്ട് എത്തിയപ്പോൾ പുള്ളിക്കും ഓക്കെ ആയ ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി ഇത്ര ഹീറോ ആയിട്ടുണ്ടായില്ല, പക്ഷെ എന്നാലും പോലും പുള്ളിക്ക് എന്താ പറയാ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ ക്യാരക്ടർ. പിന്നെ നമിത വന്നപ്പോഴും അവരെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു കോച്ച് എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടർ. പിന്നെ അനിക. സോ പെർഫോമൻസിന് കോംപ്രമൈസ്. കാർത്തിക് കൃഷ്ണൻ ലാസ്റ്റ് പറയാം. കാരണം കാർത്തിക് കൃഷ്ണനാണ് ഇവരെക്കാളും മുന്നേ പടത്തിൽ ഇന്നാവുന്നത്. അതായത് നമ്മൾ കഥ ഡിസ്കസ് ചെയ്യുമ്പോൾ കാർത്തിക് കൃഷ്ണൻ കൂടെ ഉണ്ട്. അത് ഇപ്പോഴുണ്ട്. ഇമോഷനുണ്ട്. ഈവൻ ഞങ്ങൾ കഥ എഴുതുന്ന സമയത്ത് ഞങ്ങളൊരു അതെല്ലാം കോയിൻസിഡൻ്റലി സംഭവിച്ചത്. ഞങ്ങളുടെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന ഒരു അരുൺ ബാബുരാജ് ഉണ്ട്. അവന്റെ റൂമിലാണ് ഞങ്ങൾ കൂടുന്നത് എഴുത്തിന് വേണ്ടിയിട്ട്. കോയിൻസിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത് ബാഡ്മിന്റൺ കോർട്ട അക്കാദമി, അതിന്റെ പേരെന്തായിരുന്നു? സ്മാഷ് ബാഡ്മിന്റൺ അക്കാദമി. ഞങ്ങളുടെ സിനിമയിൽ അതുകൊണ്ട് സ്മാഷ് ബാഡ്മിന്റൺ അക്കാദമി യൂസ് ചെയ്ത്. അതെ, ഞങ്ങള് 4 മണിക്ക് ശേഷം കളിക്കുന്നു, പിന്നെ വന്നിട്ട് എഴുതുന്നു. അങ്ങനെ ഉച്ച ടൈമില് പിന്നെ ഭക്ഷണം കഴിക്കേണ്ട സമയമാകുമ്പോൾ കാർത്തിക് അവൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും. അമ്മ ഉണ്ടാക്കി കൊടുക്കും, അങ്ങനെ കൊണ്ടുവരും. പക്ഷെ എനിക്ക് തോന്നുന്നു ഫുഡ് കൊണ്ടുവന്ന് തരാൻ്റെ അപ്പുറത്ത് എന്റെ ക്യാരക്ടർ നന്നാവുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ കുറെ കഴിഞ്ഞാൽ അവൻ ഇത് ഡയറക്റ്റ് ചെയ്യുമെന്ന് തോന്നിയ സമയത്താണ് ഞങ്ങൾ അടുത്ത 5-6 ദിവസം ഞങ്ങൾക്ക് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു. വണ്ടർഫുൾ. എന്തായാലും നിങ്ങളുടെ ഈ ഒരു ബിഹൈൻഡ് ദ ക്യാമറയിലുള്ള ഒരു സിങ്ക് കാണുമ്പോൾ നമുക്കറിയാം നല്ലൊരു രീതിയിൽ നിങ്ങൾ എൻജോയ് ചെയ്ത് ഈ പടം ചെയ്തിട്ടുണ്ടെന്ന്. തിയേറ്ററിൽ എല്ലാവരും പോയി കാണണം കപ്പ് മൂവി. ഓൾ ദി ബെസ്റ്റ്. പിന്നെ കാർത്തിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അല്ല, ഒരു നല്ല കാര്യം കൂടി പറയാൻ എഴുതി വെച്ചേലും നന്നായിട്ട് പെർഫോം ഇത് കഴിഞ്ഞിട്ട് എന്താ പറയാത്ത പെർഫോമൻസിനെ കുറിച്ച് പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് തിയേറ്ററിൽ അത് ആളുകൾക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ്. അല്ല, നമുക്ക് ഒരു എഴുതുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ ചെയ്തു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇത്രയും സമയം നിങ്ങളുടെ എല്ലാ ബിഹൈൻഡ് ദ സീൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിന്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി മൂവി. അടിപൊളി ഒരു സക്സസ് ആവട്ടെ. താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.